എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അവസരമുണ്ട്. കേരളത്തിലും നിയമനമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആകെ 4500 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 22 ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമിനേഷനുണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും. അപ്പോൾ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ തസ്തികകളിലേക്ക് SC, ST, OBC, PWBD, EWS കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് മെഡിക്കൽ ഫിറ്റ്നസ്, വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, ക്യാരക്ടർ ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. പ്രായപരിധി വരുന്നത് 20 മുതൽ 28 വയസ്സ് വരെയാണ്. യോഗ്യത വേണ്ടത് ഡിഗ്രി ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. ട്രെയിനിങ് പീരീഡ് 12 മാസമാണ് വരുന്നത്. പ്രായപരിധിയിൽ കാൻഡിഡേറ്റ്സ് 31/5/1998 31/5/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC, ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാറ്റഗറിക്കും EWS കാറ്റഗറിക്കും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട്. ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കൻസ് 2022 ജനുവരി 1 ശേഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. റിസർവേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ക്രിമിലിയർ ആണെങ്കിൽ ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും അത് പോകുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെയും ടെസ്റ്റ് ഉണ്ട്. ഓൺലൈൻ എക്സാമിന് വരുന്നത് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവെയർനെസ് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് 20 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം മീഡിയം ഇംഗ്ലീഷാണ്. നെഗറ്റീവ് മാർക്കില്ല. പിന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ട്. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഒക്കെ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ടെസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിക്കാത്തവർക്കാണ് ടെസ്റ്റ് വരുന്നത്. അപ്രൻറ്റിസ്ഷിപ്പിന് 15,000 രൂപയായിരിക്കും പെർ മന്ത് സ്റ്റൈഫൻഡ്. അപ്രൻറ്റിസ്ഷിപ്പ് കഴിയുമ്പോൾ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഫീസ് നോക്കാം. ജനറൽ EWS OBC മെയിൽ കാറ്റഗറി ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 944 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ജനറൽ OBC EWS ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 708 രൂപ. SC or ST മെയിൽ ഓർ ഫീമെയിൽ ആണെങ്കിൽ 236 രൂപ. PWBD എനി കാറ്റഗറി 236 രൂപ. ട്രാൻസ്ജെൻഡർ ആണെങ്കിലും 236 രൂപ. ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ട്രെയിനിങ് പീരീഡ് 12 മന്ത്സ് ആണ്. പിന്നെ നിങ്ങൾ ഇതിന് മുമ്പ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിലോ 1 ഇയറിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NATSൻ്റെ പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇതാണ് സൈറ്റ് വരുന്നത്, nats.education.gov.in. നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട് അവിടെ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള സെക്ഷൻ കാണും. അതുവഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ NATSൻ്റെ പോർട്ടലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്രന്റീസ്ഷിപ്പ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതുവഴി കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. ആ മെയിൽ വഴി നിങ്ങൾക്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായിരിക്കും ഫൈനൽ പ്രോസസ്സ് വരുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഡോക്യുമെൻറ്റ്സും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സ്, മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഇയർ വൈസും സെമസ്റ്റർ വൈസും ഉള്ള മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്, SC ST OBC EWS PWBD ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, മറ്റെന്തെങ്കിലും റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും കൊണ്ടുപോകേണ്ടതാണ്. ഒറിജിനലും കൊണ്ടുപോകണം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം. ഇനി നമുക്ക് വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ 116 വേക്കൻസിയാണുള്ളത്. ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം 11, ഇടുക്കി 4, കണ്ണൂർ 5, കാസർഗോഡ് 1, കോട്ടയം 9, കോഴിക്കോട് 4, മലപ്പുറം 3, പാലക്കാട് 5, തൃശ്ശൂർ 10, വയനാട് 4, ആലപ്പുഴ 8, കൊല്ലം 16, പത്തനംതിട്ട 16, തിരുവനന്തപുരം 20. അപ്പോൾ ഇത്രയും ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസീസ് ഉള്ളത്. ലോക്കൽ ലാംഗ്വേജ് കേരളത്തിൽ മലയാളമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് SC STയുടെ ആണ്, ഇത് OBC. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിലാണ് ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിലും അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.